നീ പോയി ഒരു വേശ്യയെ പ്രണയിച്ചവളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചു പോയിട്ട് ദൈവകൽപ്പനയെ അനുസരിച്ച ഹോസിയ യൂദയായി നിൽക്കും. അനുസരണത്തിന്റെ ആൾരൂപമായ ഹോസിയായിക്ക് പകരം ഇസ്രയേലിലുള്ളവനാണ് യോനായി നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ഹോസിയായുടെ അനുസരണത്തോട് കൂട്ടിച്ചേർത്ത് യോനായുടെ അനുസരണക്കേടിനെ കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയധികമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അനുസരണക്കേടിന്റെ പ്രവാചകനാണോ യോന എന്ന് നമുക്ക് പിന്നീട് കാണാം. ഈ ഹോസിയായുടെയും യോനായുടെയും സമയത്ത് തന്നെ ഉള്ള മറ്റൊരു പ്രവാചകനാണ് ആമോസ്. അത്തിമരം വെട്ടിയൊരുക്കാൻ മാത്രം അറിയാവുന്ന തെക്കോവയിലെ ആട്ടിടയനെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വളരെ അസാധാരണക്കാരായ 3 പ്രവാചകന്മാരുടെ കാലഘട്ടം. എലീശായെ പോലെയുള്ള ഉഗ്രശാസനന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ദൈവശാസ്ത്രത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത, തനതായ വ്യക്തിത്വം പോലുമില്ലാത്ത 3 പ്രവാചകന്മാർ. ഏറ്റവും ആഴമേറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ക്രിസ്തു യോനായെ റെഫർ ചെയ്തിട്ടുണ്ട്. തൻ്റെ തന്നെ പീഡാനുഭവത്തെയും മരണത്തെയും പിന്നെ നടക്കാൻ പോകുന്ന ഉത്ഥാനത്തെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ ഈശോ റെഫർ ചെയ്യുന്നത് യോനാ പ്രവാചകൻ. ഏലിയ പ്രവാചകനും എലീശായും ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ ക്രിസ്തു എപ്പോഴും കാതലായ പഠനങ്ങൾ നടത്താനായി റെഫർ ചെയ്തിട്ടുള്ളത് യോനാ പ്രവാചകൻ. ക്രിസ്തുവിന്റെ ദൗത്യം നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ കൃപാവരം തിരിച്ചു കൊടുക്കുക, രക്ഷ കരഗതമാക്കുക, ഉത്ഥാനം സാധ്യതമാക്കുക. ഇതിനൊക്കെയുള്ള ഉദാഹരണം യഥാർത്ഥത്തിൽ ഈശോയ്ക്കുണ്ടായിരുന്നത് യോനായായിരുന്നു. യോനായുടെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു പുസ്തകമാണ്. 4 അധ്യായങ്ങൾ, 4 ചെറിയ അധ്യായങ്ങളേ ഉള്ളൂ. പക്ഷേ പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ആരംഭവും മധ്യവും അവസാനവുമുള്ള ഏക കഥാവിവരണം ഈ യോനായുടെ പുസ്തകമാണ്. വലിയ ആഴങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ പലരും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെയാണ് കടന്നു പോന്നിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. യഹൂദ ബൈബിൾ കാനനുകളിൽ നബിയും എന്ന് പറയുന്ന പ്രവാചക ഗ്രന്ഥങ്ങളിൽ പെടുന്നതാണ്. യഹൂദ കാനനിൽ 5-ാമത്തെ പുസ്തകമായും ക്രൈസ്തവ കാനനിൽ 11-ാമത്തെ പുസ്തകമായും വരുന്നതാണ് യോനായുടെ പുസ്തകം. ഈ കാലഘട്ടത്തിൽ, അതായത് നോമ്പിന്റെ സമയത്ത്, യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. യഹൂദർക്ക് പാപപരിഹാര ദിനമാണ് യോം കിപ്പൂർ. വലിയ ചിട്ടവട്ടങ്ങളോടെ നടത്തുന്ന അനുതാപ കർമ്മങ്ങളാണ് യോം കിപ്പൂർ. അതിനോടനുബന്ധിച്ചുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി യോനായുടെ പുസ്തകം വായിച്ചാണ് അവർ ധ്യാനിക്കുന്നത്. നമ്മുടെ കാര്യം നമുക്കറിയാം. നമ്മുടെ നോമ്പിനോടടുത്തുള്ള പ്രാർത്ഥനകളിൽ എല്ലായ്പ്പോഴും യോനായെയാണ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മാമോദീസായുടെ പ്രധാന വിഷയങ്ങൾ പാപബോധം, പശ്ചാത്താപം, ജലത്താലുള്ള രക്ഷ, പുനരുത്ഥാനം, ഇതെല്ലാം യോനായെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇത്ര പ്രാധാന്യമുള്ള യോനായെ ഇതുവരെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളത് കണ്ടെത്താൻ പോകും. യോനായെക്കുറിച്ച് പഠിക്കാനായി ആദ്യം ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യോനായുടെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആലോചിച്ചു പോകും യഹൂദരുടെ ചരിത്ര പശ്ചാത്തലമാണ് പഠിക്കേണ്ടതെന്നല്ല. യഹൂദരുടെ പഠിക്കാം. അതിനു മുമ്പ് അസീറിയായുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചിരിക്കണം. അസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് BC 2500 ഈ അസീറിയൻ സാമ്രാജ്യം തുടങ്ങുന്നത്. ഒരു BC 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് സാമാന്യം ശക്തിയുള്ള ഒരു സാമ്രാജ്യമായി. 1000-ലധികം വർഷങ്ങൾ അവരുടെ ശക്തി നീണ്ടു നിന്നു. ഈ കാലഘട്ടം നമുക്കറിയാം. BC 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിനോട് അടുത്ത സമയം, കാൽദിയായിലെ ഊറിൽ നിന്നും കർത്താവിന്റെ അരുളപ്പാടുണ്ടായിട്ട് അബ്രാഹം കാനാനിലേക്ക് വരുന്ന സമയമായി. ഈ വന്ന യാത്രയിൽ തീർച്ചയായും അദ്ദേഹം അസീറിയ കടന്നിട്ടായിരിക്കും വരിക. ആ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചിത്രമുണ്ടെന്ന് ഞാൻ കരുതുന്നു. 2 മഹാനദികൾ, യൂഫ്രട്ടസ്, ടൈഗ്രീസ്. സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടില്ലേ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് കേട്ടിട്ടില്ലേ? ഈ മെസൊപ്പൊട്ടോമിയയിൽ കൂടിയാണ് അബ്രാഹം കടന്നു വന്നത്. മെസൊപ്പൊട്ടോമിയ എന്നുള്ള യഥാർത്ഥത്തിൽ 2 ഗ്രീക്ക് വാക്കുകളുടെ ഒരു സംയോജനമാണ്. മെസോസ് എന്ന വാക്കിന്റെ അർത്ഥം മധ്യത്തിലുള്ള സ്ഥലം, മധ്യത്തിലുള്ളത് എന്നാണ്. പൊട്ടാമോസ് എന്ന് പറഞ്ഞാൽ നദി എന്നാണ്. ഹിപ്പോപൊട്ടാമസ് എന്ന് കേട്ടിട്ടില്ലേ? ഹിപ്പോപൊട്ടാമസ്, വെള്ളത്തിലുള്ള കുതിര എന്നാണ് അതിനർത്ഥം. ഹിപ്പോ എന്ന് പറഞ്ഞാൽ കുതിര, ഹിപ്പോപൊട്ടാമോസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള കുതിര. കണ്ടിട്ട് അതിന് കുതിരയെ പോലെയൊന്നും അല്ല ഇരിക്കുന്നതെങ്കിലും അതായിരുന്നു ഉദ്ദേശം പേരിട്ടപ്പോൾ. മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യൂഫ്രട്ടസ്, ടൈഗ്രീസ് നദികളുടെ മധ്യത്തിലുള്ള സ്ഥലം എന്നാണ്. ഈ സ്ഥലം കടന്നാണ് അബ്രാഹം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവുമുണ്ട് അബ്രാഹത്തിന് ഭൂമിശാസ്ത്രപരമായി യഹൂദർക്ക് മെസോപ്പൊട്ടോമിയുമായി.
ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെയാണ് അസീറിയൻ സംസ്കാരവും യഹൂദ സാമ്രാജ്യത്വവും വളർന്നു വരുന്നത്. അവർ അയൽക്കാരായിരുന്നു, അതിൻ്റെതായ സ്നേഹക്കുറവുകൾ അവർ തമ്മിലുണ്ടായിരുന്നതാണ്. BC 9-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അസീറിയക്കാർ അവരുടെ സാമ്രാജ്യ ശക്തിയുടെ ഏറ്റവും പരമോന്നതിയിലെത്തി. BC 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കാണ് യഹൂദരും ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് മാറുന്നത്. നമുക്കറിയാം, BC 17-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ പോയ ഇസ്രയേൽക്കാർ 400 വർഷം അവരുടെ അടിമകളായിരുന്നു. BC 14-ാം നൂറ്റാണ്ടോടുകൂടി അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി അവർ കാനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ വന്നു. അവിടെ വെച്ച് അവർക്ക് രാജാക്കന്മാരെ ലഭിച്ചു. ആ രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭ രാജാവായ ദാവീദിന്റെ കാലത്താണ് ഇസ്രയേലിന് യഥാർത്ഥ സാമ്രാജ്യത്വം ലഭിക്കുന്നത്. ദാവീദിന്റെ മകനായ സോളമന്റെ കാലമായപ്പോഴേക്കും അത് അതിന്റെ പരമോന്നതിയിലെത്തി. ഇനി ഒരിക്കലും ഇസ്രയേലിന് അത്ര പ്രതാപകാലം ഉണ്ടായിട്ടില്ല. ഇതേ സമയം തന്നെ അസീറിയയിലെ പ്രഗത്ഭരായ രാജാക്കന്മാരായിരുന്നു തിഗ്ലാത്ത് പിലേസർ, സെനാക്കരീബ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. സെനാക്കരീബിനെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ സമയം ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ പോലെ ഒരേ സമയം വളർന്നു വന്ന രണ്ട് അയൽക്കാരായ ശക്തികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ചരിത്രം പരസ്പരം കൂട്ടിച്ചേർന്ന് കിടക്കുന്നതാണ്. അസീറിയക്കാരെ പോലെ ക്രൂരന്മാരായ ഒരു സാമ്രാജ്യ ശക്തി മംഗോളിയക്കാർ പോലും ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ജീവനോടെ ഇങ്ങനെ കുന്തത്തിൽ കുത്തി മനുഷ്യരെ അങ്ങനെ കൊരുത്തിടുക, ദിവസങ്ങളോളം അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കുക, ജീവനോടെ തൊലി പൊളിച്ചെടുക്കുക, യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന രാജ്യങ്ങളിലെ ഗർഭിണികളുടെ വയറ് ജീവനോടെ കീറിക്കളയുക തുടങ്ങിയതൊക്കെയായിരുന്നു ഇവരുടെ കായിക വിനോദങ്ങൾ പ്രധാനമായിട്ടുള്ളത്. നിനവേ നഗരമായിരുന്നു ഇവരുടെ തലസ്ഥാനം. അന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ നഗരമായിരുന്നു അത്. ഏതാണ്ട് 1,70,000-നും 3,00,000-നും ഇടയിൽ ജനങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിനവയിൽ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സെന്നാക്കരീബിൻ്റെയൊക്കെ കാലഘട്ടമായപ്പോഴേക്കും. നമ്മൾ നേരത്തെ ഇസ്രയേലിന്റെ ചരിത്രം കണ്ടല്ലോ. ദാവീദിന്റെയും സോളമന്റെയും ഒക്കെ കാലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാവീദ് BC 1010-ലാണ് അധികാരത്തിൽ വരുന്നത്. 40 വർഷം അദ്ദേഹം ഭരിച്ചു. 970-ൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ സോളമൻ ചക്രവർത്തിയായി, രാജാവായി. സോളമനും 40 വർഷം ഭരിച്ചു. 930 ആയപ്പോഴേക്കും സോളമനും മരിച്ചു. സോളമൻ മരിച്ചതോടുകൂടി ഇസ്രയേൽ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. യൂദയായും ബെഞ്ചമിനും ചേർന്ന ഒരു രാജ്യവും, അത് യൂദയ എന്നറിയപ്പെടുന്നു. ബാക്കി 10 ഗോത്രങ്ങളും കൂടി ചേർന്ന് വടക്കൻ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും ഉണ്ടായി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ സോളമന്റെ കാലം കഴിഞ്ഞ് 2 നൂറ്റാണ്ട് കഴിഞ്ഞതോടെയാണ് നാം ഇപ്പോൾ പറയുന്ന യോനായുടെ കാലഘട്ടത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വലിയ പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. നാം നേരത്തെ പറഞ്ഞ ഏലിയായുടെയും എലീശായുടെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞു. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇസ്രയേലിൽ, യൂദയായിലല്ല, ഇസ്രയേലിൽ നമ്മുടെ യോനാ പ്രവാചകനും അതേസമയം തന്നെ യൂദയായിൽ 2 പ്രവാചകന്മാരുമുണ്ട്, ഹോസിയായും ആമോസും. അസാധാരണ പ്രവാചകന്മാരുടെ കാലഘട്ടമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഹോസിയ അനുസരണത്തിന്റെ മൂർത്തി രൂപമാണ്. നീ പോയി ഒരു വേശ്യയെ പ്രണയിച്ചവളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചു പോയിട്ട് ദൈവകൽപ്പനയെ അനുസരിച്ച ഹോസിയ യൂദയായിൽ നിൽക്കും. അനുസരണത്തിന്റെ ആൾരൂപമായ ഹോസിയായിക്ക് പകരം ഇസ്രയേലിലുള്ളവനാണ് യോനായി നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ഹോസിയായുടെ അനുസരണത്തോട് കൂട്ടിച്ചേർത്ത് യോനായുടെ അനുസരണക്കേടിനെ കാണുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയധികമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അനുസരണക്കേടിന്റെ പ്രവാചകനാണോ യോന എന്ന് നമുക്ക് പിന്നീട് കാണാം. ഈ ഹോസിയായുടെയും യോനായുടെയും സമയത്ത് തന്നെ ഉള്ള മറ്റൊരു പ്രവാചകനാണ് ആമോസ്. അത്തിമരം വെട്ടിയൊരുക്കാൻ മാത്രം അറിയാവുന്ന തെക്കോവയിലെ ആട്ടിടയനെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വളരെ അസാധാരണക്കാരായ 3 പ്രവാചകന്മാരുടെ കാലഘട്ടം. ഏലിയായെ, എലീശായെ പോലെയുള്ള ഉഗ്രശാസനന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ദൈവശാസ്ത്രത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത, തനതായ വ്യക്തിത്വം പോലുമില്ലാത്ത 3 പ്രവാചകന്മാർ. ഇത് പറയുമ്പോൾ ആമോസിന്റെ പ്രവചനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ പ്രവചനങ്ങളാണ്. ആമോസ് പ്രവചനം നടത്തിയ കാലഘട്ടത്തിലും ഇക്കാലത്തും വലിയ സാങ്കത്യമുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ.
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ്, 2 നഗരങ്ങളുടെ കഥ എന്ന് പറയുന്നു. അത് തുടങ്ങുന്നത് തന്നെ ഏതാണ്ട് 119 വാക്കുകളുള്ള ഒരൊറ്റ വാചകം. അതുകൊണ്ടാണ്, അതൊരു പാരഗ്രാഫ് തന്നെയാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദോസ് വെർ ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ദോസ് വെർ ദ വേസ്റ്റ് ഓഫ് ടൈംസ്, ദോസ് വെർ ദ ടൈംസ് ഓഫ് വിസ്ഡം, ദോസ് വെർ ദ ടൈംസ് ഓഫ് ഫൂളിഷ്നെസ്. അത് വിജ്ഞാനത്തിന്റെയും ബുദ്ധിമോശത്തിന്റെയും സമയമായിരുന്നു. ഏറ്റവും നല്ല കാലവും ഏറ്റവും മോശം കാലവും ഒരുമിച്ച് വന്ന സമയമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഈ ഖണ്ഡികയുടെ അവസാനം അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇൻ ഷോർട്ട്, ദ പീരിയഡ് വാസ് സോ ഫാർ ലൈക്ക് അവർ ഓൺ ടൈംസ്. ആ കാലഘട്ടമുണ്ടല്ലോ, ഇന്ന് നമ്മുടെ കാലഘട്ടവുമായി വലിയ സാമ്യമുള്ള കാലഘട്ടമാണ്. ആമോസിന്റെ പുസ്തകം തുറന്നു പിടിച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ആമോസ് നടത്തിയ പ്രവചനങ്ങൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പ്രവചനങ്ങളാണ് എന്ന്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഇന്നത്തെ ന്യൂസ് പേപ്പറും വായിച്ചു നോക്കുക. സത്യത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയായി. മാത്രമേൽ ഈ കാലഘട്ടത്തിന്, ഈ ദിവസങ്ങൾക്ക്, ഈ ദിനങ്ങളിൽ ആ പ്രവചനത്തിന് സാധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്രധാന പ്രവാചകന്മാരെന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന ഈ 3 പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ സാങ്കത്യം യഥാർത്ഥത്തിൽ കാലഘട്ടം തിരിച്ചറിഞ്ഞു വരുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് യോനായിലേക്ക് പോകുന്നത്. ആമോസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമുണ്ട്. അത് ഇതായിരുന്നു: വടക്കൻ രാജ്യമായ ഇസ്രയേലിനെ അസീറിയക്കാർ പരിപൂർണമായിട്ടും നശിപ്പിക്കും. ആ സമയത്താണ് യോനായുടെ കാലഘട്ടം. യോനായുടെ സുഹൃത്തായ, അവരൊന്ന് സഹൃദമുണ്ടോയെന്ന് എനിക്കറിയില്ല, ഏതായാലും യൂദയായിലെ പ്രവാചകനായ ആമോസിന്റെ പ്രവചനമാണ് അസീറിയക്കാരെ വടക്കൻ രാജ്യമായ ഇസ്രയേൽ, അതായത് യോനായുടെ രാജ്യത്തെ പരിപൂർണമായിട്ടും നശിപ്പിക്കും. ദമാസ്കസിനപ്പുറത്തേക്ക് നിങ്ങളെ പ്രവാസികളായി അയക്കും കർത്താവ് അരുളി ചെയ്യുന്നു. ഈ യോനായോടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, നീ പോയിട്ട് നിനവേയിൽ പ്രസംഗിക്കണം എന്ന്. നിനവേ നശിച്ചാൽ രക്ഷപ്പെടുന്നത് ഇസ്രയേലാണ്, യോനായുടെ രാജ്യമാണ്. അപ്പോൾ യോനായെ കുറ്റം പറയാൻ പറ്റുമോ അങ്ങോട്ട് പോകാതിരിക്കുന്നതിൽ? അങ്ങനെ ഒരു ചോദ്യം കൂടെ നമുക്കിവിടെ ചോദിക്കാം. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോന എന്ന വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. ഫുൾട്ടൻ ജേഷീൻ കാർഡിനൽ പറഞ്ഞു, ഹി വാസ് എനിത്തിങ് ബട്ട് ദാറ്റ്. മറ്റെന്തുമായിരിക്കും, പക്ഷെ അദ്ദേഹം പ്രാവിനെ പോലെ ഒരു നിഷ്കളങ്കനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അമിതായി എന്ന, അമിതായി ബെൻ യോന, അമിതായി എന്ന. അമിതായി എന്ന വാക്കിന്റെ അർത്ഥം സത്യം എന്നാണ്. അതിന്റെ കാര്യം എനിക്കറിയില്ല. ഈ യോനായെ കുറിച്ച് നമുക്കറിയാം, ഞാനതിലേക്ക് വിശദമായിട്ട് വരാം. എങ്കിലും ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു പ്രവാചകനാണോ യഥാർത്ഥത്തിൽ യോന? സത്യത്തിലല്ല എന്ന് മാത്രമല്ല, യോനായെ പോലെ ദൈവിക പദ്ധതി മനസ്സിലായിട്ടുള്ള മറ്റൊരു പ്രവാചകനുമില്ല എന്ന് അവസാനം നമുക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് യോനായിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്, യോനായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. 1:2, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിലേക്ക് പോയി അതിനെതിരെ വിളിച്ചു പറയുക. 3-ാമത്തെ വാക്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എളിമ കാരണം പറയാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിങ്ങനെയാണ്: അവൻ എഴുന്നേറ്റ് താർശീഷിലേക്ക് ഓടി. ഇത് ശരിക്കും ഇതിന്റെ തമാശ മനസ്സിലാകണമെങ്കിൽ ഭൂമിശാസ്ത്രം മനസ്സിലാകണം. യോന താമസിക്കുന്നത് ഗലീലിയുടെ കുന്നുകളിലാണ്. ഗലീലി കുന്നുകളിലായിരിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എഴുന്നേറ്റ് അസീറിയുടെ തലസ്ഥാനമായ നിനവേയിൽ പോയി, നിന്റെ ശത്രുരാജ്യമായ അസീറിയുടെ തലസ്ഥാനമായ നിനവേയിൽ പോയി അതിനെതിരെ പ്രസംഗിക്കുക, മാനസാന്തരപ്പെടാൻ പറയുക. ഈ നിനവേ എന്ന് പറയുന്നത് യോന താമസിക്കുന്ന സ്ഥലത്തു നിന്നും 800 കിലോമീറ്റർ കിഴക്കാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിലാണ് യോന എന്നിരിക്കട്ടെ, മധ്യപ്രദേശിലായിരിക്കുന്ന യോനായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ പോയിട്ട് കൽക്കട്ടയിൽ പോയിട്ട് അതിനെതിരെ പ്രസംഗിക്കുക. യോന നേരെ ട്രെയിൻ പിടിച്ച് ബോംബെക്ക് പോയി എന്ന് പറയുന്നത് പോലെയാണ്. താർഷീഷിലേക്കല്ല പോയത്, ജോപ്പായിലേക്ക്. ജോപ്പയാണ് മധ്യധരണ്യാഴിയിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഇസ്രയേലിന്റെ അടുത്ത തുറമുഖം. അവിടെ എത്തി. എന്നിട്ടോ അവിടെ നിന്ന് താർഷീഷിലേക്ക് പോയി. ഈ താർഷീഷ് എവിടെയാണെന്ന് അറിയാമോ? അന്നത്തെ ലഭ്യമായ ഭൂപടത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റമാണ് താർഷീഷ്. സ്പെയിനിൽ 4000 കിലോമീറ്റർ പടിഞ്ഞാറ്. അവനോട് പോകാൻ കർത്താവ് പറഞ്ഞത് 800 കിലോമീറ്റർ കിഴക്കോട്ട്. എന്തൊരനുസരണം! താർഷീഷിലേക്ക് ഓടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ കുന്നുകൾ, താഴ്വരകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു ഭൂമിശാസ്ത്രപരമായ ഒരു സങ്കേതം മാത്രമല്ല, അതിനൊരു സിംബോളിക് വാല്യൂ ഉണ്ട്. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യന് നൽകപ്പെട്ടത് മലമുകളിൽ വെച്ചാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഈശോ കയറിപ്പോയിക്കൊണ്ടിരുന്നത് മലമുകളിലേക്കാണ്.
ദൈവാനുഭവം 3 ശ്ലീഹന്മാർക്കുണ്ടായത് ഏലിയായുടെയും മോശയുടെയും സാന്നിധ്യത്തിൽ കർത്താവിന്റെ രൂപാന്തരീകരണം സംഭവിച്ചത് മലമുകളിലാണ്. മലമുകൾ എന്ന് പറഞ്ഞാൽ ഉന്നതം എന്ന് പറഞ്ഞ് ദൈവശാസ്ത്രപരമായി, പ്രത്യേകിച്ച് ബൈബിൾ എക്സീജസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുക എന്നാണ്. മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് അകലുക എന്നാണ് അതിനർത്ഥം. സിംബോളിക് വാല്യൂ ഉണ്ട് ഇതിന്. ഇവിടെയാണ് ഈ യോനായുടെ പോക്കിനെയൊക്കെ വളരെ വിശദമായിട്ട്, വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. മുന്തിരിച്ചക്കുകളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഗെഥഹർ. അവിടെ നിന്ന് താഴേക്കിറങ്ങി 3800 അടി ഉയരമുള്ള മലകളിൽ നിന്നും താഴേക്കിറങ്ങി ജോപ്പായില് സമതലത്തിലെത്തി, സമുദ്ര നിരപ്പിലെത്തി. ആ താഴ്ചയിലേക്കുള്ള യാത്ര നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോവുക എന്നതിനർത്ഥം. അങ്ങനെ പോയി കടൽ തീരത്തെത്തി, കപ്പലിൽ കയറി, വീണ്ടും താഴേക്ക് പോവുക. കപ്പലിൽ കയറി അതിന്റെ ഡെക്കിൽ ഇരുന്നു എന്നല്ല പറഞ്ഞത്, ഹി വെന്റ് ഡൗൺ ഇൻ ടു ദ ഹോൾഡ്. കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിലെത്തി എന്നാ പറഞ്ഞത്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റിയല്ല മനുഷ്യന്. പക്ഷെ ഈ യാത്ര കഴിയുന്നില്ല, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച കഴിയുന്നില്ല. ഇസ്രയേലിന്റെ കുന്നുകളിൽ നിന്നും യോപ്പായിലെത്തി, കപ്പലിൽ കയറി കപ്പലിന്റെ അടിത്തട്ടിലെത്തി, കപ്പലിന്റെ ഉള്ളറയിലിരിക്കുകയാണ് യോന. കർത്താവിന്റെ സ്വന്തം ജനത്തിനിടയിൽ നിന്നും അവൻ അകന്നുപോയി എന്നാണ് ബൈബിൾ പറയാതെ പറയുന്നത്. കർത്താവിന്റെ സ്വരത്തിൽ നിന്നും ആകുന്നത്ര അകന്നു പോകാൻ അവൻ ശ്രമിക്കുന്നുവെന്നാണ് ബൈബിൾ പറയാതെ പറയുന്നത്. ഈ ഒളിച്ചോട്ടം സാധ്യമാണോ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. തെറ്റിയ വഴി നേരിലേക്ക് തിരിച്ചുവിടുന്ന ദൈവസ്നേഹം, വലിയ ദൈവശാസ്ത്രത്തിന്റെ ഓൺടോളജിയുടെ പുതിയ പാഠങ്ങള്, പഴയ നിയമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗമായത്. നമുക്കറിയാം, മോശയിലൂടെ ദൈവം പകർന്നു നൽകിയിരിക്കുന്ന ദൈവാവബോധം, അഥവാ മോശയിലൂടെ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ ആ ദൈവബോധം എന്താണ്? വഴിതെറ്റിയാലുടൻ വടിയെടുക്കുന്ന ദൈവത്തെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ജനം ഒന്ന് തെറ്റ് വരുത്തുവാനായിട്ട് കാത്തിരിക്കുന്ന ക്രൂരനായ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ദൈവം. ഈ ദൈവാവബോധത്തിൽ നിൽക്കുമ്പോഴാണ് യോനായിലൂടെ ഒരു പുതിയ ഒരു ഓൺടോളജി ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇനിയുള്ള സാഹചര്യം നമുക്കറിയാം. കടലില് വലിയ ക്ഷോഭമുണ്ടായി, കപ്പൽ മുന്നോട്ട് പോകുകയില്ല എന്നുള്ള തീരുമാനമായി. കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കപ്പലിന് വെയിറ്റ് കുറച്ച്, ഒരു രക്ഷയുമില്ല, എന്തായാലും അപകടമുണ്ടാകുമെന്നുള്ള സാഹചര്യമായി. എല്ലാ ആൾക്കാരും സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അപകടമുണ്ടാകുന്ന സമയത്ത് നെഞ്ചത്തടിച്ചെല്ലാവരും പ്രാർത്ഥിക്കും. കോവിഡ് വന്ന കാലത്തെ പ്രാർത്ഥന ഓർക്കുന്നില്ലേ നിങ്ങൾ? എന്തായിരുന്നു പ്രാർത്ഥന? അതുപോലെ എല്ലാവരും നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സകല മനുഷ്യരും പ്രാർത്ഥിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ മാത്രം കല്ലിൽ കൊത്തിയെടുത്ത രൂപം പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. എനിക്കറിയാൻ മേല ഇതേ നാട്ടുകാരുടെ പ്രത്യേകതയാണോ എന്ന്. ഇതുപോലെ കടൽക്ഷോഭിച്ച സമയത്ത് ഉറങ്ങിയ വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ ഗലീലിക്കാരുടെ ഒരു പ്രത്യേകതയായിരിക്കും. ഏതായാലും അതാ പറഞ്ഞ ഇവർ രണ്ടുപേരും ഉള്ളല്ലോ ഗലീലിയിൽ നിന്ന പ്രവാചകന്മാര്. അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഉറക്കത്തിന് പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കടൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്ത് കപ്പീത്താൻ വന്ന് ചോദിക്കുന്നത്, നീ എന്തൊരു മനുഷ്യനോ മരമോ, നീ ആരാ ഇത്? സകല മനുഷ്യരും ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ കിടന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്റെ പൊന്നു സുഹൃത്തെ? എന്തായാലും അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് സാധാരണ ഉണ്ടാകുന്ന കടൽക്ഷോഭമൊന്നുമല്ല. കപ്പിത്താനാം നാവികരുമാണ്, കടൽ എത്ര കണ്ടിട്ടുള്ളവരാ അവര്. ഇത് സാധാരണ കടൽക്ഷോഭമൊന്നുമല്ല, ഇത് തീർച്ചയായും ദൈവത്തിന്റെ ഒരു വലിയ ശിക്ഷ വന്നിരിക്കുന്നതാണ്. അവരോരോരുത്തരും ഇങ്ങനെ വിശ്രമം പറയുന്ന അവരോരോരുത്തരും താന്താങ്ങളുടെ ദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചു. സാഹചര്യത്തിനൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് കുറിയിട്ട് നോക്കാം, ആര് കാരണമാണ് ഈ അബദ്ധമുണ്ടായത് നമുക്ക് കുറിയിട്ട് നോക്കാം. ലോട്ടറി അടിച്ചു യോനായിക്ക്. അങ്ങനെ ഇവർ യോനായുടെ അടുത്ത് വന്നു. യോനായുടെ അടുത്ത് ഈ ക്യാപ്റ്റൻ, ആ ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ടെൻഷൻ, ഈ ഊട്ടിങ് വന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ 5 ചോദ്യമാണ് ചോദിക്കുന്നത്. ആര് നിമിത്തമാണിത് വന്നത്? നീ എവിടുന്ന് വന്നു? എന്തിനു വന്നു? ഹു ആർ യു? വാട്ട് ആർ യു? എന്നൊക്കെ ചോദിക്കുന്നത്. 5 ചോദ്യങ്ങൾ പുറകെ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യോന വളരെ സ്വച്ഛശാന്തനായിട്ട് അവിടെ നിൽക്കുകയാണ്. നീ ആരാണെന്നൊക്കെ ഈ 5 ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. ഒരു മറുപടിയാണ് പറഞ്ഞത്, ഞാൻ ഒരു ഹെബ്രായനാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒരു മറുപടിയായത്. ഹെബ്രായൻ എന്ന് പറയുന്ന ആ വാക്ക് എവിടുന്ന വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നോഹയുടെ വംശപരമ്പര വിവരിക്കുന്ന ഉൽപ്പത്തി 10-ാം അധ്യായത്തില് ഏബർ എന്ന് പറയുന്ന, നോഹയുടെ പരമ്പരയുള്ള ഏബർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഏബറിൽ നിന്നാണ് ഹെബ്രായർ വന്നിരിക്കുന്നത്. ഏബറിന് 2 മക്കളാണ് ഉള്ളത്.
പെലേഗ്, യോക്താൻ എന്നിങ്ങനെ രണ്ടുപേര്. ഏബറിന്റെ 7ാം തലമുറയിലുള്ളതാണ് അബ്രാഹം. യോക്താന്റെ മക്കളാണ് നമ്മൾക്ക് വളരെ പ്രസിദ്ധമായ ബാബേൽ ഗോപുരം സൃഷ്ടിച്ചത്. നിങ്ങൾക്കറിയാലോ, ബാബേൽ ഗോപുരം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഉണ്ടായെന്നുള്ളത്? ഭാഷ വേർപെട്ടു, ജനം പല വഴിക്ക് തിരിഞ്ഞു. ഈ പല വഴിക്ക് തിരിഞ്ഞ ജനമൊക്കെ ഓരോ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ആൾക്കാരൊക്കെയാണ് അന്ന് ബാബേൽ ഗോപുരം വേർതിരിഞ്ഞ സമയത്ത് ഓരോരോ ദൈവങ്ങളെ ഉണ്ടാക്കിയവരാണ് ഇപ്പൊ അവിടെ നിന്ന് ഓരോരുത്തരെയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. അതിന് മധ്യയാണ് ഒരൊറ്റ എബ്രായനേ ഉള്ളൂ, അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ അവിടെ ഇരിക്കുന്നത്. ഈ വിഭജിക്കപ്പെട്ടതിന് നമ്മൾ കണ്ടതുപോലെ വ്യത്യസ്ത ദൈവങ്ങളെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ ഇരിക്കുന്ന ഈ ഹെബ്രായൻ ഇവരോട് പറയുന്ന ഒരു വലിയ ദൈവശാസ്ത്രമുണ്ട്. 1-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ്: മറ്റെല്ലാവരും സൃഷ്ടികളെയാണ് ആരാധിക്കുന്നത്, ഞാനോ സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്. എന്നാൽ പിന്നെ ആ സൃഷ്ടാവിനെ വിളിച്ചത് അപേക്ഷിക്കാനാണ് ഇവരീ പറയുന്നത്. പക്ഷെ നമ്മളതിൻ്റെ അകത്തെ ദൈവശാസ്ത്രം ഒന്ന് മനസ്സിലാക്കിക്കേ. മറ്റെല്ലാവരും വിളിച്ചപേക്ഷിക്കുന്നത് സൃഷ്ടികളെയാണ്, ഞാൻ സൃഷ്ടാവിനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തില് ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും തമ്മിൽ ഏറ്റുമുട്ടിയ ആ സംഭവമുണ്ടല്ലോ. അന്ന് ജനത്തിന് മനസ്സിലായ ഒരു കാര്യം, ഇനി കുറെ കാലങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു ഡമാസ്കസ് യാത്രയില് പൗലോസ്ലീഹായ്ക്ക് മനസ്സിലാകാനിരിക്കുന്ന ഒരു കാര്യം, മറ്റാരിലും രക്ഷയില്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ അദ്ദേഹം കോറിവെച്ച ആ കാര്യം, അത് അന്ന് അവിടെ ആ കപ്പലിലുണ്ടായിരുന്നവർക്ക് മനസ്സിലാകുകയാണ്. മറ്റാരിലും രക്ഷയില്ല, കർത്താവായ യഹോവയിൽ മാത്രമാണ് രക്ഷ എന്നുള്ളത്. ജനത്തിന് 2 കാര്യം മനസ്സിലായി എന്നാണ് ബൈബിള് പറയുന്നത്. 1, യഹോവയാണ് ദൈവം. 2, ഇവൻ ആ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ്. ഇനി എന്താ ചെയ്യുക? ഇവൻ പറയുന്നു ഏറ്റവും ശക്തിയുള്ള ദൈവത്തിന്റെ ആളാണെന്ന് പറയുന്നു, അതുകൊണ്ട് അവനെ തൊടാനും ഒരു പേടി. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന ആൾക്കാരോട് യോന തന്നെ പറഞ്ഞു കൊടുത്തു, എന്നെ കടലിലേക്ക് എറിയുക. വളരെ ശാന്തനായാണ് യോന നിൽക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിൽ കാണാൻ സാധിച്ചാലേ ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത്ര മാരകമായ ഒരു തീരുമാനം എടുക്കാൻ കാരണം യോന? ഇതിന്റെ ഉത്തരം 4-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവും. നിരാശ കൊണ്ടാണോ എന്നെ എടുത്ത് കടലിലേക്ക് എറിയാൻ പറഞ്ഞത്? കർത്താവേ, എന്റെ ജീവനെ നീ എടുത്തുകൊള്ളുക, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് അഭികാമ്യം എന്നാ പറഞ്ഞത്. അത് നിരാശയിൽ നിന്നാണോ വരുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. എടുത്തെറിഞ്ഞാലും എനിക്കൊന്നും പറ്റിയല്ല, ദൈവിക പദ്ധതിയിലുള്ള വിശ്വാസമാണോ? ഇതൊന്നും വിട്ടുതരുന്നില്ല യോന എന്നുള്ളതാണ്. വളരെ സംഭ്രമജനകമായ രീതിയിൽ കഥ അതിന്റെ എല്ലാ ടെൻഷനോടും കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് യോന. അവര് വളരെ ദുഃഖത്തോടെ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കർത്താവ് ലീലാക്കടലിനെ ശാന്തമാക്കിയതുപോലെ ആ നിമിഷം കടൽ ശാന്തമായി. അടുത്ത വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്: യഹോവയാണ് ദൈവമെന്ന് സകല ജനത്തിനും മനസ്സിലായി. എന്നിട്ടോ വിജാതീയർ യഹോവയ്ക്ക് ബലിയർപ്പിച്ചു. ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിച്ചിരുന്നിടത്തു നിന്നും അവരൊരു ഒറ്റ നിമിഷം കൊണ്ട് മാനസാന്തരമുണ്ടായി യഹോവയ്ക്ക് ബലിയർപ്പിക്കുന്നു. സത്യത്തിൽ യോന പ്രസംഗിക്കാത്ത സുവിശേഷകനാണ് എന്ന് പറയാം. പ്രഘോഷിക്കപ്പെടാത്ത സുവിശേഷമായിരുന്നു യോനായുടെ ജീവിതമാകുന്ന സുവിശേഷം. യോനായെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിത്രങ്ങളെല്ലാം മാറി വരാൻ പോവുകയാണ്. കടലിലേക്ക് എടുത്തെറിഞ്ഞ യോനായെ ഒരു വലിയ ജീവി മത്സ്യം വന്ന് വിഴുങ്ങി. 3 ദിവസം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. ഇതൊക്കെ ഈശോ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം യഹൂദ ക്രൊണോളജിയില്, സമയഘടനയില് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടേതുപോലെ 24 മണിക്കൂർ ആയി കഴിയുമ്പോഴല്ല ഒരു ദിവസത്തിന്റെ ഭാഗവും ഒരു ദിവസമാണ്. അതായത് വ്യാഴാഴ്ച രാത്രി 11 മണി തൊട്ട് വെള്ളിയാഴ്ച രാവിലെ 12 മണി വരെ എത്ര മണിക്കൂർ കഴിഞ്ഞു? വൈകുന്നേരം 11 മണിയോടെ കഴിയാൻ പോവുകയാണല്ലോ ദിവസം രാത്രിയിൽ. ആ പ്രഭാതത്തിൽ തന്നെ 1 മണിക്കൂറുടെ കഴിയുമ്പോൾ 2-ാം മണിക്കൂറായി കഴിയുമ്പോൾ അടുത്ത ദിവസമായിരുന്നു. നമ്മളതിനെ ഒരു ദിവസം കണക്കാക്കിയെങ്കിലും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് 2 ദിവസം. അതുകൊണ്ടാണ് ഈശോ 3 ദിവസം കല്ലറയ്ക്കുള്ളിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കുന്നത് അത്ര സമയം ആയോ? 3 ദിവസം ആയായിരുന്നോ എന്ന് കണക്ക് കൊടുക്കും. യഹൂദരുടെ കാലഘടന മാറ്റമുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല, വേറൊരു ദിവസം നമുക്ക് വിശദീകരിക്കാം. ഇനി നിങ്ങൾ എന്നെ വിളിക്കണമെന്ന്. അപ്പൊ ഏതായാലും എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ
ദൈവത്തിന്റെ മുങ്ങിക്കപ്പൽ വന്ന് അന്തർവാഹിനി അവനെ അടിച്ചുകൊണ്ട് പോയി. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗന്ധവറിന്റെ മലമുകളിൽ നിന്നും യോപ്പായിലെത്തി, യോപ്പായിൽ നിന്നും കപ്പലിനകത്ത് കയറി കപ്പലിന്റെ അടിത്തട്ടിലെത്തി മനുഷ്യന് പോകാൻ പറ്റുന്നതിൽ ഏറ്റവും ആഴത്തിലേക്ക് പോയി കഴിഞ്ഞുവെന്ന്. കഴിഞ്ഞില്ല, ആ ആഴത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ന് മാത്രവുമല്ല, ഓഷനോഗ്രഫിയുടെ വലിയ പാഠങ്ങളുമുണ്ട് ഇവിടെ. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് മനുഷ്യന് മനസ്സിലായത് ഈ കടലിന്റെ അടിത്തട്ട് ഇങ്ങനെ വ്യത്യസ്ത വിധാനങ്ങളുള്ളതാണ് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഓഷനോഗ്രഫി ക്ലാസ്സുകളാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഈ മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുന്ന സമയത്ത് യോന മനോഹരമായൊരു പ്രാർത്ഥിക്കുന്നുണ്ട്. അതിവിടെ വായിച്ചാൽ നമുക്കതിന്റെ ആ സൗന്ദര്യം ലഭിക്കില്ല, നിങ്ങൾ തന്നെ ഇരുന്ന് വായിക്കണം. സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എന്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇത് വായിക്കുന്ന സമയത്ത് സത്യത്തിൽ നിങ്ങൾ കണ്ണടച്ച് ഈ താഴേക്കുള്ള യാത്ര നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. തിരയടിക്കുന്ന ആഴിയുണ്ടല്ലോ, അതെന്റെ തലയ്ക്ക് മേലെ എത്തി. വീണ്ടും ഞാൻ താഴേക്ക് പോയി, കടൽ പായലിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഞാൻ എത്തി. അവിടെയും കഴിഞ്ഞില്ല, അതിന്റെ ഓടാമ്പലുകൾ എന്നെ മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അത്ര മനോഹരമായ എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ള ചിത്രമാണെന്ന് ആലോചിച്ച് നോക്കി. എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. കുറെ കൂടെ സമയമുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആഗ്രഹിക്കുക ഇത് വിശദീകരിക്കണം. അത്ര മനോഹരമാണ് ഈ ഭാഗം. ഏതായാലും അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് യോനായെ മത്സ്യം കൊണ്ടുപോയി താർഷീഷിലേക്ക് 4000 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയവനെ മത്സ്യം കടിച്ചെടുത്ത് കൊണ്ടുപോയി എവിടെ പോകണമെന്ന് പറഞ്ഞു, ആ നിനവേയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് ഛർദ്ദിച്ചു. ആ സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വലിയ മത്സ്യം വന്ന് വാ തുറക്കുന്നു. അതിനകത്തു നിന്ന് ക്ലിയോപാട്ര റോമിലെ ജൂലിയസ് സീസറിനെ കാണാൻ വന്നിറങ്ങിയതുപോലെ കാലുമെടുത്ത് വെച്ച് യോന കരയിലേക്ക് കയറി വരുന്നു. എത്ര ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനാണെന്ന് ആലോചിച്ച് നോക്കി. യോനായ്ക്ക് വലിയ സ്വീകാര്യതയാണ് നിനവേയ്ക്ക് കിട്ടിയത്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈ നിനവേയുടെ ദൈവം ദാഗോൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ്. അവരുടെ ആസ്ഥാന ദൈവം ദാഗോനാണ്. ദാഗോൻ യഥാർത്ഥത്തിൽ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ദൈവമാണ്. ഈ അസിറിയക്കാരുടെ ആസ്ഥാന ദൈവം ദാഗോൻ മത്സ്യരൂപിയാണ്. ഈ മത്സ്യത്തിന്റെ വായിൽ നിന്ന് ഒരുത്തൻ കയറി വന്നിട്ട് പ്രവേശിച്ചാലിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് യോനായ്ക്ക് നല്ല സ്വീകാര്യത ലഭിച്ചു. BC 3-ാം നൂറ്റാണ്ട്, അതായത് ഈ സംഭവങ്ങൾ നടന്നിട്ട് 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈജിപ്തിലെ പുരോഹിതനായ ബാരോസസ് വിവരിക്കുന്ന ഒരു കഥയുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒവാനസ് എന്ന് പറയുന്ന ഒരു കടൽ ജീവി കരയിലേക്ക് കടന്നു വന്ന് നിനവേക്കാരോട് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഒവാനസ് യോനായുടെ ഗ്രീക്ക് ഭാഷയിലുള്ള പേരിനുമായിട്ട് ഒറ്റ അക്ഷരത്തിന് മാറ്റമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ ചരിത്രം എല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ഇതിനുള്ള കണക്ഷൻ? അപ്പൊ ഏതായാലും ഈ ഒവാനസ് വന്ന് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുക. അതിന് കാരണമുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെയാ? വീണ്ടും യോനായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. വീണ്ടും തനിയാവർത്തനം മഹാനഗരമായ നിനവേയിൽ പോയി അതിനെതിരെ പ്രസംഗിക്കുക. നിനവേയെ കുറിച്ച് പറയുന്നു അടുത്ത വാക്യം 3:3. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. ഫെലിക്സ് ജോൺസ് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് സത്യത്തിൽ നിനവേ കുറേ കാലം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയുമായിരുന്നില്ല. അത് കണ്ടെത്തി കുറിച്ച് ഞാൻ പറയാം. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഫെലിക്സ് ജോൺസ് അവിടെ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ ചുരുങ്ങിയത് 1,70,000-നും 3,00,000-നും ഇടയിൽ ആൾക്കാർ ജീവിച്ചിരുന്നുവെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ബ്രോൺസ് ഏജിലാണ്. ഇന്നത്തെ ടെക്നോളജി ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു നഗരത്തിൽ 3,00,000-ഓളം ആൾക്കാർ താമസിക്കുക. സെനാകരീബിന്റെ കാലത്ത് 18ഓളം കനാലുകൾ ഉണ്ടാക്കി മലമുകളിലെ തടാകങ്ങളിൽ നിന്നും അദ്ദേഹം നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നു ഈ 3,00,000 പേർക്ക് താമസിക്കാൻ വേണ്ടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന എത്ര ആൾക്കാരാണെന്നറിയാമോ? ഞാൻ വിശദീകരിക്കുന്നില്ല. 1,20,000-ൽ പരം പ്രായപൂർത്തിയായ ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫെലിക്സ് ജോൺസ് പറയുന്നു 1,70,000-നും 3,00,000-നും ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നുവെന്ന്. ഈ നഗരത്തിന് നബി യൂനിസ് എന്നാണ് പറയുന്നത്. അതറിയാലോ നിങ്ങൾക്കില്ലേ? മോസൂളിനടുത്ത്, ഇറാഖിലെ മോസൂളിനടുത്ത് നിനവേയുടെ ഇപ്പോഴത്തെ പേര് നബി യൂനിസ് എന്നാണ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രസകരമായ സംഗതി എന്താണെന്ന് അറിയാമോ? ഈ നഗരത്തിൽ പ്രവേശിച്ച് നിനവേയ്ക്കെതിരെ പ്രസംഗിക്കാനാണല്ലോ പറഞ്ഞത്. നമ്മൾ കരുതുന്ന നഗരത്തിൽ പ്രവേശിച്ച് അന്നേരം മുതൽ തെക്ക് വടക്ക് നടന്ന് നിനവേയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടൊരു കർത്താവിന്റെ അരുളപ്പാട് നടത്തിയത്. അങ്ങനെ ഒന്നും ചെയ്തില്ല. നിനവേയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തെ വഴി നടന്നു, ഒരക്ഷരം മിണ്ടാതെ.
ഒന്ന് ആലോചിച്ച് മത്സ്യത്തിന്റെ വായിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ നഗരത്തിന്റെ മധ്യത്തിലേക്ക് നടക്കുകയാണ്. ജനം ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇവന്റെ പുറകെ കൂടിയിട്ടുണ്ടാവും. ഒരു ദിവസത്തെ വഴി എന്ന് പറഞ്ഞാല് ബൈബിൾ കണക്കനുസരിച്ച് 20 മൈൽ എന്നാണ്. ഒരു ദിവസത്തെ വഴി നടന്നപ്പോ നഗരമധ്യത്തിലെത്തി. ഈ നഗരമധ്യത്തിലാണ് ദാഗോന്റെ ദേവാലയവും അമ്പലം. അവിടെ എത്തി നേരത്തെ പറഞ്ഞ പ്രസംഗം അദ്ദേഹം പ്രവചിച്ചു. പിന്നെ വിശദീകരണം ആവശ്യമില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. രാജാവിന്റെ കൽപ്പന വന്നു എങ്ങനെയാണ് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന്. ഉപവാസത്തിന്റെയും ജാഗരണത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ വലിയ തലങ്ങൾ അവിടെ നടന്നു. വലിയ മാനസാന്തരമുണ്ടായി ഈ ജനത്തിന്. അടുത്ത ദൈവവാക്യം വളരെ കുഴപ്പിക്കുന്ന വാക്യമാണ്. 3:10. ദൈവം മനസ്സ് മാറ്റി. ദൈവം മനസ്സ് മാറ്റുമോ? ഈ ദൈവം മനസ്സ് മാറ്റുക വേഴ്സസ് മനുഷ്യൻ മനസ്സ് മാറ്റുക, അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയ ദൈവത്തിന് അങ്ങനെ മനസ്സ് മാറ്റാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഇതൊരു വലിയ മനസ്സിലാക്കാൻ വളരെയധികം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. ലൂയി ദ മൊളിന എന്ന് പറയുന്ന വലിയ ദൈവശാസ്ത്രജ്ഞനാണ് മിഡിൽ നോളജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന വലിയ സിദ്ധാന്തത്തിലൂടെ ദൈവത്തിന്റെ മനസ്സെന്ത് എന്ന് വിവരിച്ചത്. സെന്റ് തോമസ് അക്വീനസിന് പോലും സംശയലേശമന്യെ വിവരിക്കാൻ സാധിക്കാതെ പോയ, അഥവാ അദ്ദേഹം വിവരിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് മനസ്സിലാകാതെ പോയത് ഈ ലൂയി ദ മൊളിനെയാണ് വിശദീകരിച്ചത്. ദൈവം മനസ്സ് മാറ്റുകയാണോ എന്നുള്ളത് അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ദൈവം മനസ്സിൽ മാറ്റിയതാണോ അല്ലേ എന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്? ദൈവം മനസ്സ് മാറ്റുകയാണെങ്കിലും അല്ലെങ്കിലും ശിക്ഷ ഒഴിവായത്. ഉപവാസം, ജാഗരണം, ഈ രണ്ട് സംഗതികളുടെയും ശക്തി എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല. പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ അഴിക്കാൻ ഏറ്റവും ശക്തമായത് ഉപവാസ പ്രാർത്ഥനയും ജാഗരണ പ്രാർത്ഥനയും. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരോട്, നിങ്ങൾക്കറിയാമല്ലോ സാഹചര്യം, എന്തുകൊണ്ടാണ് ഈ ചില പിശാചുകൾ ഒഴിവാകാതെ പോകുന്നത്? അപ്പൊ ഈശോ പറഞ്ഞ അതിന്റെ റൂട്ട് വേർഡ് ഇതാണ്, ഉപവാസ പ്രാർത്ഥനയും ജാഗരണവും. അതുണ്ടെങ്കിൽ മാത്രമേ ബന്ധനങ്ങൾ അഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും ആൾക്കാര് ജാഗരണ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അനുഭവമുള്ളതുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളതുകൊണ്ട്, കൂദാശകൾ കഴിഞ്ഞാൽ ബന്ധനങ്ങൾ അഴിക്കാൻ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനാ രൂപിയായതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കാം. എന്തായിരിക്കും യോനായിക്ക് മടി ഈ ജനത്തോട് മാനസാന്തരപ്പെടാൻ പറയുന്നതിന്? അസീറിയക്കാര് മാനസാന്തരപ്പെടാതെ നശിച്ചു പോകാതെ വീണ്ടും ശക്തി പ്രാപിച്ചാൽ ആമോസിന്റെ പ്രവചനം തീർച്ചയായും ഫലിക്കും. അതെന്താ? അത് വടക്കൻ ഇസ്രയേൽ മുഴുവൻ അവര് കീഴടക്കി അടിമകളാക്കി കൊണ്ടുപോകും. സ്വന്തം രാജ്യം നശിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അസീറിയക്കെതിരെ തന്ത്രപൂർവം ഈ പ്രസംഗിക്കാത്ത നിലപാടെടുക്കുന്നത്. എന്തായാലും ദൈവം 3:10 അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. 3-ാം അധ്യായം 10-ാം വാക്യത്തോടെ 3-ാം അധ്യായം കഴിയുക കേട്ടോ. പിന്നെ 4-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെയാണ്? അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യം. യോന ഇതിൽ അത്യന്തം അസംതൃപ്തനും കുപിതനുമായി. ഏതില്? 1,70,000 പേരെ കൊന്നില്ല എന്ന് കേട്ടതില് അത്യന്തം കുപിതനും സങ്കടപ്പെട്ടവനുമായി. ഇത് മാത്രമല്ല, പിന്നെ യോന പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. 1,70,000 പേരെ കൊല്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം ഒരു വളരെ സൈദ്ധാന്തികമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിനക്കിത് കോപിക്കാൻ എന്നാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പിന്നീട് കാണാം. എന്തായാലും ഇങ്ങനെ പ്രവചിച്ചു, ഇന്നേക്ക് 3-ാം ദിവസം ഈ നഗരത്തെയും ഈ ദേശത്തെയും ഇവിടെയുള്ള സകല മൃഗങ്ങളെയും മനുഷ്യനെയും ദൈവം അഗ്നി അയച്ച് കൊല്ലാൻ, നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുമെന്ന് പ്രവചിച്ചു. പ്രവചിക്കുന്നവനെങ്കിലും ഒരു വിശ്വാസം വേണമല്ലോ പ്രവചനം നടക്കുമെന്ന്. ഏതായാലും ഇത് നടക്കുമെന്നറിയാൻ വേണ്ടി യോന നിനവേയുടെ ഏത് ഭാഗത്ത് പോയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? വളരെ രസകരമായൊരു സംഗതിയാണ്. നേരത്തെ ഫുൾട്ടൻ ജേഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവൻ നിഷ്കളങ്കനൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞത്. നിഷ്കളങ്കനാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, മഹാബുദ്ധിമാനായി. അദ്ദേഹം പോയിരുന്നത് നിനവേയുടെ കിഴക്ക് ഭാഗത്താണ്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈ സമയങ്ങളിൽ നിനവേ ഒരു മരുഭൂമിയുടെ അടുത്തുള്ള സ്ഥലമാണല്ലോ. നിനവേയുടെ കിഴക്ക് ഭാഗത്തു നിന്നും ഷർക്കി എന്ന് പറയുന്ന, കിഴക്കൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന, കിഴക്ക് ഭാഗത്തു നിന്നും ചീശി അടിക്കുന്ന ശക്തമായ ഒരു ഉഷ്ണ കൊടുങ്കാറ്റുണ്ട്. നഗരത്തിന് വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാം, അഗ്നിയും ഗന്ധകവും അയച്ച് കത്തിക്കാൻ പോവുകയാണ്. അപ്പൊ ആ കാറ്റ് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് അടിക്കുന്ന നഗരത്തിന്റെ പടിഞ്ഞാറ് വശത്ത് പോയിരുന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. തീയില് കരിഞ്ഞു പോകും. നല്ല വിളഞ്ഞ വിത്താണ്.
അതുകൊണ്ട് കിഴക്ക് പോയിരുന്നു, കാറ്റ് വരുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ ഇരുന്നാല് മലയിലെ കുന്നിലാണ് ഇരിക്കുന്നത്, നല്ല ഗാലറിയിൽ ഇരുന്നുകൊണ്ട് നഗരം കത്തി നശിക്കുന്നത് കാണുകയും ചെയ്യാം. സിറാക്കോ അല്ലെങ്കിൽ ഷർക്ക് വരുന്നത് കാണാം അതിനുവേണ്ടി. ഏതായാലും ഈ പ്രവചനം ഫലിക്കുമെന്നൊരു ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ദൈവം ഇനിയും മനസ്സ് മാറ്റിയാലോ. 4-ാം അധ്യായം വരെ നമ്മൾ എല്ലായ്പ്പോഴും യോനായെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? കടൽ ക്ഷോഭിക്കുന്ന സമയത്ത് ശാന്തനായിരിക്കുന്നവൻ, എല്ലാവരും ബഹളം ഉണ്ടാക്കുമ്പോൾ നിശബ്ദനായിരിക്കുന്നവൻ, ഈ വലിയ കോലാഹലത്തിനിടയിലും കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നവൻ. പക്ഷെ 4-ാം അധ്യായം മുതൽ ജനം ശാന്തമായി. കാരണം കർത്താവിന്റെ അരുളപ്പാടനുസരിച്ചിട്ട് അവര് മര്യാദയ്ക്കിരിക്കാൻ തുടങ്ങി. 4-ാം അധ്യായം മുതൽ ഒരു യോനായുടെ ഒരു പുനരവതാരമാണ്. പിന്നെ യോനായെ നമ്മൾ കാണുന്നത് പഴയ അമിതാഭച്ചനെ പോലെയാണ്, ക്ഷുഭിത യൗവനം, സകല കാര്യത്തിലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അബ്രാഹത്തിന്റെ എതിരായിട്ട് വെച്ചാല്, ജക്സ്റ്റാപ്പോസ് ചെയ്ത് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ തന്നെ കർത്താവിന്റെ അരുളപ്പാട് അബ്രാഹത്തിനും ഉണ്ടായി. ഇതുപോലെ തന്നെ ഒരു മഹാനഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് അബ്രാഹം എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം. കൊള്ളാം, നല്ല പരിപാടി, ഞാനും വരാം, കാണാമെന്നല്ല പറഞ്ഞത്. ബലപേശി ആ മഹാനഗരത്തിനും ദൈവത്തിന്റെ കോപത്തിനും മധ്യേ നിന്നുകൊണ്ട് അവൻ വിലപേശി. ആ സമയത്താണ് യോന ദൈവത്തിന്റെ ശാന്തതയ്ക്ക് എതിര് നിന്നുകൊണ്ട് നഗരത്തിന്റെ മേൽ അവന്റെ ക്രോധം അയക്കണം എന്ന് പറയുന്നത്. 4:8 മരണമാണ് എനിക്ക് അഭികാമ്യം. യോന പറയുക, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതുവരെ ശാന്തനായിരുന്നവൻ പെട്ടെന്ന് ഇങ്ങനെ കോപിക്കാൻ കാരണം എന്താ? ദുഷ്ടത കൊണ്ടാണോ? ദുഷ്ടതയല്ല യഥാർത്ഥത്തിൽ. താൻ അനുഭവിക്കാനിരിക്കുന്ന ആ ദുരന്തം അവൻ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. നമുക്കത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈ ആമോസിനെയും ഹോസിയായെയും യോനായെയും ഒക്കെ പോലെയുള്ള ആൾക്കാരുടെ ശിരസിനടിച്ചു വെച്ചിരിക്കുന്ന ഒരു ആണിയാണ്. അതിങ്ങനെയാണ്. നിയമാവർത്തന പുസ്തകം 18:20. അത് ഞാൻ വായിക്കാം, എന്നാലേ അത് മനസ്സിലാവും. ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. അപ്പോ നിങ്ങൾ ചോദിക്കും, കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്ക് എന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം. അടുത്ത വാക്യം, ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലീകരിക്കാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല. ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ്. ഇപ്പൊ മനസ്സിലായോ എന്താണ് യോനായുടെ പ്രശ്നമെന്ന്? യോന നിനവേയിൽ വന്ന് പറഞ്ഞു, ഇതാ ഇന്നേക്ക് 3-ാം ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നഗരത്തിന്റെ മേൽ അഗ്നിയും ഗന്ധകവും അയച്ച് അതിനെ നശിപ്പിക്കും. 3 ദിവസം കഴിഞ്ഞപ്പോഴോ ഒരു പ്രശ്നമില്ല. ഈ സിറാക്കോ ഷർക്ക് പോലും ഒരു ചില കുളിരോടെയാണ് അടിക്കുന്നത്. എന്താ അത് മനസ്സിലാക്കുന്നത് നമ്മള്? കർത്താവിന്റെ അരുളപ്പാടല്ലായിരുന്നു. കർത്താവിന്റെ അരുളപ്പാടല്ല പ്രവാചകൻ നടത്തിയതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിയമാവർത്തന പുസ്തകം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വധിക്കപ്പെടണം. മരണമാണ് എനിക്ക് ഇതിനേക്കാൾ അഭികാമ്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മരിക്കാനവൻ തയ്യാറാ. ഈ കടലിലേക്ക് എടുത്ത് ചാടാൻ തയ്യാറായവനാ, മരിക്കാനവൻ തയ്യാറാ. പക്ഷേ ഇവൻ അസത്യപ്രവാചകനാണ് എന്നിനി വരാനിരിക്കുന്ന സകല തലമുറകളും ഒരു അസത്യപ്രവാചകന്റെ അടയാളമായിട്ട് സാക്ഷ്യമായിട്ട് ഇനി പറയാൻ പോകുന്നത് യോനായുടെ പേരാണെന്നുള്ള വേദനയാണ് യഥാർത്ഥത്തിൽ. മരിക്കുന്നത് എനിക്കിതിനേക്കാൾ അഭികാമ്യമാണ് എന്ന് അവനെ കൊണ്ട് പറയിച്ചു. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ അവന്റെ ദുഷ്ടതയായിരുന്നില്ല അവനെ കൊണ്ടത് പറഞ്ഞത്. ഈ 1-ാം അധ്യായം 2 മുതലുള്ള വാക്യം 2-3 ആ വാക്യങ്ങളിലെ താർഷീഷിലേക്കുള്ള ഒളിച്ചോട്ടത്തിന്റെയും അർത്ഥം ഇതാ: ഞാൻ പ്രവചിച്ചാലല്ലേ അസത്യപ്രവാചകനാവുകയുള്ളൂ. എനിക്കറിയാം കർത്താവിന്റെ സ്വഭാവം. അതാ ഞാൻ പറയുന്നത്. ഇതുവരെ നേരത്തെ ഞാൻ പറഞ്ഞു, ഓൺടോളജിയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നതാണ് യോന എന്ന്. പഴയ നിയമത്തിൽ ഇതുവരെ നമ്മൾ കണ്ട ദൈവം ഇങ്ങനെയല്ല. ദൈവം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചിരിക്കും. അങ്ങനെയേ ജനത്തിന് ദൈവത്തെ അറിയൂ. ഇവിടെ ഇതാ ദൈവത്തിന്റെ പുതിയൊരു മുഖം തെളിഞ്ഞു വരികയാണ്. തെറ്റ് ചെയ്യുന്നവരുടെ പിന്നാലെ പോയി അവരെ നന്മയിലേക്ക് വഴിതിരിച്ചു വിടുന്ന ദൈവം. ഈ പ്രവാചകനെ എങ്ങനെയാ ഈശോ വീണ്ടും കോട്ട് ചെയ്യാതിരിക്കുക? കാരണം അവൻ എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് ഈശോയ്ക്കൊരു പ്രവാചകനെ കുറിച്ച് പറയാമെങ്കിൽ അത് യോനായെ കുറിച്ച് മാത്രമാണ്. 4-ാം അധ്യായം 11-ാം വാക്യം അതിങ്ങനെയാണ്:
ജനതകളും കർത്താവിൻ്റെതാണ്. ജനതകൾ എന്ന് പറഞ്ഞാൽ വിജാതീയര്, വിജാതീയരും കർത്താവിൻ്റെതാണ്. അതാണ് 11-ാം വാക്യം. സത്യത്തിൽ പൗലോസ്ലീഹ പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വിജാതീയരുടെ സുവിശേഷകനാണ് പൗലോസ്ലീഹ എന്ന് പറയുമ്പോഴും യോനായാണ് യഥാർത്ഥത്തിൽ വിജാതീയരുടെ സുവിശേഷകൻ. ഈശോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏറ്റവും അധികം കോട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ളത്, യോനായുടേതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകാനില്ല. എന്താണ് അടയാളം എന്ന് നമുക്കറിയാം. 3 ദിവസത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം. 4-ാം അധ്യായം 11-ാം വാക്യം എന്ന് പറയാം. ദൈവം യോനയോട് പറയുകയാണ്, എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നാണോ? 4-ാം അധ്യായം 11-ാം വാക്യമാണ് യോനായുടെ പുസ്തകത്തിലെ അവസാനത്തെ വാക്യം. അത് അവസാനിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊരു ചോദ്യമായിട്ട് അവസാനിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഉത്തരങ്ങൾ തരുന്ന പുസ്തകമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറൊരു പുസ്തകവും ഒരു ചോദ്യത്തോടെ അവസാനിക്കുന്നില്ല. ഉത്തരം നൽകാത്ത ഒരു ചോദ്യവുമായിട്ട് ഈ ഗ്രന്ഥം അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. യോനായെ പോലെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം ആ ചോദ്യത്തിന്റെ ഉത്തരം. ദൈവത്തിന്റെ കരുണയ്ക്ക് അളവ് വയ്ക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കാൻ. ദൈവത്തിന്റെ കരുണയ്ക്ക് അളവ് വയ്ക്കാൻ ഒരു പാപിക്കും ദൈവത്തിന്റെ കരുണയ്ക്ക് അളവ് വയ്ക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കാൻ. ഇതാണ് സുവിശേഷം. 2 കാര്യങ്ങളാണ് യോനായെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പാപബോധം, പശ്ചാത്താപം, തിരിച്ചുവരവ്. അത് നമുക്ക് കാണാം. മറ്റൊന്ന് പ്രവാചക ദൗത്യം. ഈ പ്രവാചക ദൗത്യം ആർക്കുള്ളതാണ്? ഈ പഴയ നിയമത്തിലെ 10-13 പ്രവാചകന്മാർക്ക് മാത്രമുള്ളതാണോ? സഭ എന്താ പഠിപ്പിക്കുന്നത്? പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് സകല ക്രിസ്ത്യാനികളുടെയും ദൗത്യമാണ്. പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ പദ്ധതിക്ക് വേണ്ടി അപമാനിക്കപ്പെടാനും തിരസ്കരിക്കപ്പെടാനും ജനത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടാനും തയ്യാറുള്ള പ്രവാചകൻ എവിടെ എന്ന് ദൈവം ചോദിക്കുമ്പോൾ, കർത്താവേ എന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പ്രവാചകന്റെ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രവാചക ദൗത്യത്തിന്റെ കാലം. ഇത് നാം ഈ ജീവിക്കുന്ന കാലഘട്ടം. ഇവിടെയാണ് ക്രിസ്തുവിന് വേണ്ടി പീഡ അനുഭവിക്കാനും തിരസ്കരിക്കപ്പെടാനും നാണം കെടാനും ഒരു പ്രവാചകനായി എഴുന്നേറ്റ് നിൽക്കാനുള്ള ദൗത്യം എനിക്കുള്ളത്. ആസന്നമായ നാശത്തിനും നഗരത്തിനും മധ്യേ നിന്നുകൊണ്ട്, കർത്താവേ എന്റെ മേൽ ഈ ദുരിതങ്ങളും പീഡകളും വന്നാലും ഞാൻ അപമാനിക്കപ്പെട്ടാലും നഗരത്തെ രക്ഷിക്കണമേ എന്ന് വിലപിക്കാൻ. ആസന്നമായ നാശത്തിനും ദേശത്തിനും മധ്യേ, ആസന്നമായ നാശത്തിനും കുടുംബത്തിനും മധ്യേ, ആസന്നമായ നാശത്തിനും എന്റെ കൂട്ടായ്മയ്ക്കും മധ്യേ നിൽക്കാൻ, ആസന്നമായ നാശത്തിനും എന്റെ ശത്രുക്കൾക്കും മധ്യേ നിൽക്കാൻ. ഇതാണ് യോനായുടെ പഠനം. സത്യത്തില് നിനവേക്കാരോട് പ്രസംഗിച്ച യോന പ്രസംഗിക്കാതെ നമ്മോട് പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ സുവിശേഷം, ഈ ജീവിതമാകുന്ന സുവിശേഷം, അതാണ് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. ഇനി യോന പഠിപ്പിക്കുന്ന 2-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. നോമ്പുകാലമാണല്ലോ, അതുകൊണ്ട് ജാഗരണത്തിന്റെയും ഉപവാസത്തിന്റെയും കാലമാണിത്. ഉപവാസം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാലം. വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സമയം. ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ ഉടനെ ഉറപ്പാണ് ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അഗ്നിയിൽ സ്ഫുടം ചെയ്ത് നാം ഈ നോമ്പുകാലത്ത് കടന്നു വരുമ്പോൾ ആ അഗ്നി കെടുത്താൻ സദാസമയവും പിശാച് സമീപം ഉണ്ടായിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ടാവണം. ഈശോയ്ക്ക് പ്രലോഭനമുണ്ടായി എങ്കിൽ, ഈശോയ്ക്ക് ഒരു പക്ഷേ പ്രലോഭനമുണ്ടായപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. കാരണം അവന്റെ ആത്മാവിലും മനസ്സിലും പാപത്തിന്റെ കറയില്ലാത്തതുകൊണ്ട് അവന്റെ ഉള്ളിൽ നിന്നല്ലല്ലോ പ്രലോഭനം വന്നത്, പുറത്തുനിന്ന് വന്നത്. അവന് തട്ടിക്കളയാവുന്നേ ഉണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ഇവിടുന്ന് പ്രലോഭനം വരുന്നത്. പ്രലോഭനം എങ്ങനെയാ വരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? ഒരു പ്രലോഭനവും പുറത്തു നിന്നല്ല വരുന്നത്. പ്രലോഭനങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടില്ലേ? അത്
ഒറ്റ ഉദാഹരണം പറയാം. യൂറോപ്പിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് ഷോപ്പിൽ ചെന്നാലും ഈ ലോകത്തുള്ള എല്ലാ മദ്യക്കുപ്പികളും അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ദുശീലമുണ്ടെങ്കിൽ കള്ളു കുടിക്കുന്ന വലിയ താല്പര്യമില്ല. കാരണം അത് കാണുമ്പോൾ ഇങ്ങനെ പല കളറ് മുക്കിയ വിനാഗിരി പോലെയൊക്കെ തോന്നിയിട്ടുള്ളൂ. എന്നാൽ ചില യാത്രക്കാരൊക്കെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഈ പെരുന്നാൾ സ്ഥലത്ത് ആ ഇഞ്ചി മുട്ടായി കണ്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ട് എനിക്ക് മദ്യം കാണുമ്പോൾ ഉണ്ടാകാത്ത പ്രലോഭനം എന്നെക്കാളും പരമവിശുദ്ധനായി ഈ ചേട്ടനുണ്ടാകുന്നു? പ്രലോഭനം വരുന്നത് ഉള്ളിൽ നിന്നാണ്, പുറമേ നിന്നൊന്നുമല്ല പ്രലോഭനം വരുന്നത്. പുറമേ നിന്നായിരുന്നു വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേപോലെ ആവേശം ഉണ്ടാകണ്ടായിരുന്നു ഇത് കാണുമ്പോൾ. അതാണ് പറഞ്ഞത്, പ്രലോഭനം ഉള്ളിൽ നിന്നാണ് വരുന്നത്. നാം നമ്മെ തന്നെ അടക്കാൻ ദമനം ചെയ്യാൻ ശ്രമിക്കുന്ന ഈ നോമ്പ് കാലത്തായിരിക്കും ഏറ്റവും അധികം തിക്കുമുട്ടലുമായി നമുക്കെതിരെ നമ്മൾ തന്നെ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ജെറൂസലേമിന്റെ ഉന്നതങ്ങളിൽ നിന്നും ജോപ്പായുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കപ്പലിന്റെ അടിത്തട്ടിലെത്തി വീണ്ടും കടലിൽ വീണ് ആഴിയുടെ തിരമാലകൾക്കടിയിൽ പോയി കടൽപ്പായലിന്റെ ഉള്ളിലെത്തി പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തുവോളം ദൈവത്തിന്റെ ഗിരിയിൽ നിന്നും അകന്നു പോയവന് രക്ഷ ലഭിക്കുമെങ്കിൽ ആലോചിച്ച് നോക്കിയേ നിങ്ങള്. അതുകൊണ്ടും കഴിഞ്ഞില്ല. അവൻ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ പ്രതിനിധിയാണെന്ന് പറയാം. അസീറിയക്കാരോ, ലോകം കണ്ടതിൽ ഏറ്റവും ദുഷ്ടന്മാരായ അസീറിയക്കാർക്ക് ദൈവത്തിന്റെ രക്ഷ സാധ്യമാകുമെങ്കിൽ എന്താ ഈ രക്ഷയെ സാധ്യമാക്കുന്ന സംഗതി? ഒറ്റ വാക്കാണ്, മാനസാന്തരം. മെത്തനോയ്യ എന്ന വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് മാനസാന്തരത്തിന് ഉപയോഗിക്കുന്നത്. മെത്തനോയ്യ, 2 വാക്കുകളാണ്. അതിന്റെ അർത്ഥം വിശദീകരിച്ച് പറയുന്നത് പെട്ടെന്ന് ഞാൻ പറയാം. തിരിച്ചു നടപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവബോധമുണ്ടായിട്ടുണ്ടാകുന്ന തിരിച്ചു നടപ്പ് എന്ന് വേണമെങ്കിൽ മെത്തനോയ്യയെ കുറിച്ച് പറയാം. നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. കുറെ ദൂരം യാത്ര ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ആയിരുന്നില്ല പോകേണ്ടത്, ഞാൻ പോകേണ്ട വഴിയിൽ നിന്നും നേരെ വിപരീത ദിശയിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വഴി തെറ്റിപ്പോയി എന്നുള്ള അവബോധത്തിൽ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അല്ല, വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾക്ക് 15 കിലോമീറ്റർ നടന്നപ്പോഴാണ് മനസ്സിലായത് എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് 15 കിലോമീറ്റർ പിന്നിലേക്ക് വന്നിട്ട് വീണ്ടും യഥാർത്ഥ വഴിയിലേക്ക് യാത്ര ചെയ്യണം. ഇതിനെ വേണമെങ്കിൽ മെത്തനോയ്യ എന്ന് പറയാം. അവബോധം ഉണ്ടായതിനു ശേഷമുള്ള തിരിച്ചു നടപ്പ്. ഈ തിരിച്ചു നടപ്പാണ് ഗലീലി കുന്നുകളിൽ നിന്നും കടലിന്റെ പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന കടലിന്റെ അടിത്തട്ടിലെത്തിയവനെ വീണ്ടും പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. ലോകം കണ്ടതിൽ ഏറ്റവും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ അസീറിയക്കാരെ മാനസാന്തരപ്പെടുത്തിയത് തിരിച്ചു നടപ്പ്. തൊലിപ്പുറത്തുള്ള മാറ്റങ്ങളൊന്നും ക്രിസ്തീയമല്ല. മറ്റൊരു വലിയ അവബോധം, ഈ തിരിച്ചു നടപ്പിൽ നമുക്ക് ഉത്തേജനമായിരിക്കേണ്ട വലിയ അവബോധം ഇതാണ്: ദൈവം കണക്ക് പറഞ്ഞ് മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ ശരിക്കും സ്വയംകൃതാനന്ദം മേടിച്ചു വാങ്ങിക്കുന്നതാണ്. മുന്തിരിച്ചെടിയിൽ നിന്നും വേർപെട്ടു പോയ ശാഖയെ സൂര്യൻ ശിക്ഷിക്കുന്നതാണെന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അതുപോലെയാണ് ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് ജലവും വെള്ളവും ഒക്കെ ലഭിക്കും, അത് നല്ല ശക്തിയിൽ നിൽക്കും. ചെടിയിൽ നിന്നും അടർന്ന് താഴെ വീണു പോകുന്ന ശാഖ, അതിനെ സൂര്യൻ ശിക്ഷിക്കുന്നതുകൊണ്ടല്ല അത് കരിഞ്ഞു പോകുന്നത്, അത് മുന്തിരിച്ചെടിയിൽ നിന്നും വിട്ടുപോയത് കൊണ്ടുള്ള അനിവാര്യമായ തുടർന്നുള്ള നടപടിയാണ് ആ കരിഞ്ഞു പോക്ക് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് കാര്യമില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അത് മാത്രമേ സാധിക്കൂ. മുന്തിരിച്ചെടിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗത്ത് ഒരു വലിയ സാങ്കത്യമില്ലെങ്കിലും ഞാൻ പറയാം. മുന്തിരിച്ചെടിയിൽ നിന്ന് അറ്റുപോയ ശാഖ എന്ന് ഈശോ പറഞ്ഞത് വലിയ അർത്ഥമുള്ള ഒരു ഉപമയാണ്. അതെന്താണെന്ന് അറിയാമോ? ഈ മുന്തിരി വള്ളി, വലിയ വള്ളി ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ ഒരു ചെറിയ ശാഖ ഉണ്ടായി വരുന്ന, അതിൽ വലിയ മുന്തിരി കൊലയുണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഭാരം താങ്ങാനാവാതെ ചിലപ്പോ ഈ മുന്തിരി ആ ശാഖയെ അടർന്ന് നിലത്ത് വീണു പോകും. ഈ മുന്തിരി കായും ഒക്കെ ആയിട്ട് മുന്തിരിക്കൊലയൊക്കെ ആയിട്ട് അടർന്ന് വീണു പോകും. കൃഷിക്കാരൻ രാവിലെ വന്ന് നോക്കുമ്പോൾ നല്ലൊരു ശാഖ ഇതാ കൊലയും ഒക്കെ ആയിട്ട് അടർന്ന് വീണ് നിലത്ത് കിടക്കുന്നു. അവനവിടൊന്നും ഒപ്പീസ് വലിയൊന്നുമില്ല. അവനെന്താ ചെയ്യാമെന്ന് അറിയാമോ? ഈ കൊലയെടുത്ത് വെച്ച് ഈ മുന്തിരി വള്ളിയിൽ ആ അടർന്നു പോയ സ്ഥാനത്ത് തന്നെ ഒട്ടിച്ചു വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിവെച്ചിട്ടൊന്ന് പോകും. 2-3 ദിവസം കൊണ്ട് ഈ അടർന്നു പോയ ശാഖ മുന്തിരി വള്ളിയിൽ വീണ്ടും അടർന്നു പോകാത്തതുപോലെ ഒട്ടിച്ചേർന്ന് അതിനേക്കാൾ ശക്തിയിൽ ഒട്ടിച്ചേർന്നില്ല. കാരണം അതിന്റെ വടുക്കൾക്ക് ശക്തി കൂടുതലാണ്. പിന്നെ അതൊരിക്കലും അടർന്നു പോകുന്നില്ല. ഇതാണ് അടർന്നുപോയ ശാഖയെ മുന്തിരിയോട് ചേർത്ത് വയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം.
വലിയ അർത്ഥതലങ്ങളാണ്. ദൈവത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അതുപോലെ തന്നെ പന്തടിച്ച പന്ത് തിരിച്ചു വരുന്നത് പോലെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ ഒന്നും നഷ്ടമായിട്ടില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയിൽ ദൈവമാകുന്ന മുന്തിരിയിൽ ആ മുന്തിരി ശാഖയ്ക്ക് ചേർന്നിരിക്കാൻ സാധിക്കും. അതിനുള്ള സമയമായിരുന്നു. അടർന്നുപോയ മുന്തിരി വള്ളികളെ ഈ നോമ്പ് കാലത്തിലാണ് നാം വീണ്ടും മുന്തിരിയോട് ചേർത്ത് വെച്ച് കെട്ടേണ്ടത്. ദൈവത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിന്റെ ആഴങ്ങളിൽ കിടക്കുമ്പോഴും തേടിയെത്തുന്ന ദൈവത്തിന്റെ കരം കാണാൻ ശ്രമിക്കേണ്ടതാണ് നോമ്പുകാലം. നോമ്പുകാലത്തിന്റെ ഒരുക്കത്തിൽ ഇതുപോലെ ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമില്ല എന്ന് പറയാം. യോനായുടെ പുസ്തകം പോലെ എഴുതപ്പെടാത്ത ഒത്തിരി സത്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് യോനായുടേത്. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, പലപ്പോഴും യോനായുടേതുപോലെ നീ അരുളി ചെയ്തത് അനുസരിക്കാത്ത മനസ്സാണ് ഞങ്ങളുടേത്. അതിന് കാരണം ഒരു അസത്യപ്രവാചകനാകുമെന്നുള്ള ഭയം കൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മനസ്സിലെ ദുഷ്ടത കൊണ്ടാണ്, ഞങ്ങളുടെ മനസ്സിലെ ഉദാസീനത കൊണ്ടാണ്. ഈശോ, ഞങ്ങളുടെ ദുഷ്ടതകളെയും ഉദാസീനതകളെയും വലിയ എളിമയോടെ നിന്റെ സന്നിധിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. കർത്താവെ, സ്വർഗീയ രാജാവായി ഇപ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഇനിയുള്ള നിമിഷങ്ങളിലെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾക്ക് വലിയ അനുതാപത്തിന്റെ ബോധ്യവും നൽകണമേ. ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് രോഗശാന്തിയും ആത്മീയ സൗഖ്യവും നൽകണമേ. ഈശോ, ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും, വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ സകലരെയും അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും അവരെയും അവർക്കുള്ള സകലരെയും അങ്ങയുടെ രക്തത്തിന്റെ സംരക്ഷണത്തിലാക്കുകയും ചെയ്യണമേ.